നിനക്ക് തിരക്കുണ്ടെങ്കിൽ പൊയ്ക്കോ, എല്ലാം ഞാനങ്ങ് തീരുമാനിക്കും, എന്നിട്ട് വിവരം അറിയിക്കും. മതിയച്ചു, ഞാൻ ഇറങ്ങുക. 4 മണിക്ക് അക്കരെ എത്തിയ ഒരു വണ്ടിയുണ്ട്. അത് തെറ്റിയാ പിന്നെ 8 മണി വരെ ചുറ്റണം. ചെല്ലുമ്പോ പാതിരാത്രിയാവും. പാമ്പും പന്നിയൊക്കെയുള്ള സ്ഥലമാ. അല്ല, എന്തെങ്കിലും ഒന്ന് ഒക്കെ ഞാൻ നിശ്ചയിക്കുന്നതാ. നീ വയ്ക്കോ. എന്താ ബോധിച്ചു അല്ലേ? എന്റെ സ്വന്തം ആളാ. ക്രിസ്ത്യാനി തന്നെയല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അവന്റെ പേര് ലൂയിസ് എന്നാ. അമ്മ ഉണ്ടായിരുന്നു, 4-5 കൊല്ലം മുമ്പ് മരിച്ച്. ഞാൻ എടുത്ത് വളർത്തി വലുതാക്കിയ പയ്യനാ. അല്ല, ഞങ്ങളുടെ കുടുംബക്കാരെ പണ്ട് തോമസ് ലിയ പാവർട്ടിയിൽ വന്ന് മാമോദിസം മുക്കിയ നമ്പൂരിമാരാ. ആ ചെക്കിനെ കണ്ടിട്ട് അപ്പാ കഞ്ഞിക്ക് വകയില്ല, അപ്പോഴും നമ്പൂരിയാ. തോമാസ് ലിയ പാവർട്ടി വന്ന് മാമോദിസം മുക്കിയ നമ്പൂരിയാ അത്രേ. അവരെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ എന്തിനാ? നമ്പൂരി ആയിക്കോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, അപ്പോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച മനസ്സമ്മതം, പിന്നെ ഞായറാഴ്ച 3 പ്രാവശ്യം വിളിച്ചു ചൊല്ലി ചടങ്ങ് കഴിക്കുക. നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. നീ എന്തിനാ നമ്മളെ കരയണേ? ഒന്നുമില്ല. എനിക്കറിയാം നിന്റെ ദുഃഖം. സാരില്ല, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? എന്നും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കും. കർത്താവിനോട് ആദ്യം കടപ്പെടുക, പിന്നെ കടപ്പെടേണ്ടത് വേറൊരാളോടാണ്. എല്ലാവരും എന്നും നിർത്തിട്ടുള്ള ഒരാള്, വാറുണ്ണി. ഭാഗ്യലക്ഷ്മി പറഞ്ഞു. കാര്യങ്ങൾ അറിയാൻ എന്റെ വരവും പ്രതീക്ഷിച്ച് അവൻ ഇരിക്കുന്നുണ്ടാവും. ഇറങ്ങട്ടെ ഗുരുജ, പ്രാർത്ഥിക്കുക, ഒക്കെ നേരെയാകും. കണ്ടോ? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോ നീങ്ങി പോന്നാ? ഞാൻ വെറുതെ. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് വരാതിരുന്നത്? അയ്യോ, എനിക്ക് ആരോടെ ദേഷ്യം? പിന്നെന്താ ഇവിടെ പുറത്തു നിന്നിളഞ്ഞത്? അത് വേണ്ട, ഓരോരുത്തർക്കും ഓരോ സാധനമുണ്ട്. എനിക്ക് ഇവനെ ഒന്നും പുറത്തായിടം അല്ലേടാ. വാടാ, പറയാം വിശേഷങ്ങളൊക്കെ. പഹയ, നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പുലി വരാത്തത്. അല്ലെങ്കിൽ മാസം 3-4 പറഞ്ഞ സമയം കഴിഞ്ഞു. അതാ പറഞ്ഞത് താടിയില്ലപ്പനെ പേടിയുണ്ടെന്ന്. നിനക്ക് എവിടെയാണ് താടി? എന്താടാ? ഒന്ന് വേഗം വന്ന് കിടക്കണേ. എന്തിനാ? കിടന്നുറങ്ങാൻ നോക്ക്. വെറുതെ ഇരി. ആട് കരയുന്നു. ആ കള്ളക്കഴിവ് ഒരു പിന്നെയും തുടങ്ങി. ഏത് ഭാഗത്താ കണ്ടത്? നമ്മുടെ പള്ളിയുടെ വടക്ക് ഭാഗത്ത്. എന്റെ വീട്ടിലേക്ക് പോണ വഴിയിൽ വെച്ചാ ഞാൻ കണ്ടത്. ഒരാടിനെയും കടിച്ചു പിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങോട്ടാ കയറിയത്? അത് നോക്കാൻ നിന്നാ പിന്നെ ഇത് പറയാൻ ഞാനിവിടെ ഉണ്ടാവുമോ?
പേടിച്ചിട്ട് എന്റെ പിന്നാലെ കൂടിയില്ല. അപ്പൊ ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ആ കുന്നിന്റെ ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്താണ് ആന്റോ, ഞമ്മക്കെല്ലാവർക്കും ഒന്നിച്ചു പോയിക്കൂടെ? എന്റെ കൂടെ വരുന്നവർ വന്നാ മതി. ഈ കാര്യത്തിൽ വാശി വേണോ? നീ എന്റെ പാട്ടിന് പോടാ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ നമ്മൾ അന്റെ കൂടെ വരാം. വേണ്ട, നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. തോക്കുള്ള ആള് വന്നിട്ടേ കാര്യമുള്ളൂ. ഒരു ഉപകാരം ചെയ്യോ? എന്താണാവോ? ഇങ്ങനെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയ പുലി ഓടിപ്പോവും. പിന്നെ മഷീട്ട് നോക്കിയാൽ കിട്ടൂല. എന്നാളും പറ്റിയാതായിരിക്കും. പുലിയെ പതിയിരുന്നാ വെടിവെക്കേണ്ടത്. വരുന്നവർ വാടാ. അവന്റെ ഒരു ഉപദേശം. പുലി വീണോ? ഇല്ല, കൊണ്ടില്ല. പുലി ആ മടയെ കയറിയിട്ടുണ്ട്. ഇനി അത് പുറത്തു പോരുത്. അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അതിനെ കൊല്ലണം. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനിയും പന്തങ്ങളുണ്ടെ കത്തിക്ക്. നേരം മണക്കണം, ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കുള്ള ഈ വഴി മുഴുവൻ വിറകിട്ട് കത്തിക്കണം. ഇതിൽ കൂടെ രക്ഷപ്പെടരുത്. ആ, ഒച്ച വെച്ചതിന് കുറ്റം പറഞ്ഞല്ലോ. ഇപ്പൊ ഞങ്ങളല്ലേ ആത്താക്കിയത്. ഇനി ആർക്ക് വേണേലും കൊല്ലാലോ. എന്നാ പോയി കൊല്ലേ. പൂള് വഴിക്കാതാണ്ടോ. വാറുണ്ണി അല്ലേ പുലിയെ മടയിൽ കയറ്റിയത്? അതെ വാറുണ്ണി. ഒന്ന് പൂള് നോക്കില്ലേ. ബാറുണ്യെ, ഇതിലിപ്പോ ഒരുണ്ടിട്ട് വെടി വെച്ചാ പിന്നെയും നടക്കണല്ലേ? 10 ആൾക്കാർ തോക്ക് കിട്ടണം. ഒറ്റ ഉണ്ടിട്ട് വെടി വെച്ചാ പിന്നെ വെടിയുമിൽ വെടിയാ. ഡിഷു 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 ഡിഷു. അത് മെഷീൻ ഗൺ. നമ്മളെടുത്ത് പെരുമാറിയാലേ കമ്പി എണ്ണേണ്ടി വരും. കമ്പി ഓടോ. അച്ചോ, ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കല്ലേ. വിവരമൊന്നും അറിയാതെ എനിക്ക് ഒരു സമാധാനവും ഇല്ലടോ. എന്തായടോ, ഇത്തവണ ആരെങ്കിലും കൊണ്ടുപോയോ? ഇത്തവണ അവൻ പെട്ടച്ചോ. ആര്? പുലി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുടുക്കിയിട്ടുണ്ട്. നമ്മുടെ പാറമടയില്ലേ, അതിന്റെ ഉള്ളില് മടവഴിയിൽ വിറകിട്ട് തീയിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി അടച്ചു. ഇനി കൊന്നാ മതി. വാറുണ്ണി എവിടെ? മൂപ്പരായി കുടുക്കുണ്ടാക്കിയത്. ഇപ്പൊ വെടിവെക്കാനുള്ള ഒരു സൂത്രപ്പണി നോക്കുക. സൂത്രപ്പണിയോ? പുലി ഒരു പൊത്തി കയറി ഒളിച്ചിരിക്കുക. താഴെ നിന്ന് വെടിവെക്കാൻ പറ്റില്ല, മേലെയൊന്നും പറ്റില്ല. പുലിയെ നേർക്ക് നേരെ കിട്ടണം. അതിന് കയറ് കിട്ടി ഇറങ്ങാനുള്ള ഒരു സൂത്രപ്പണി ഉണ്ടാക്കുക. വെള്ളം കുരഞ്ഞ കപ്പിയും കയറും തരാൻ പറഞ്ഞു. കർത്താവ്, എന്താ അബദ്ധം അവനീ കാണിക്കാൻ. അച്ചോ, കപ്പിയും കയറും. ചാക്കോണ്ട് മേടിച്ചോ. വാ, എന്താ കപ്പിയാരെ?